സാമുദായിക കണക്കുകൾ വച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകൾ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി സാമുദായിക ഈക്വേഷൻ വെച്ചുകൊണ്ട് എ. ചാൾസ് MP ആദ്യം മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹം അത്ര പ്രസിദ്ധനായിരുന്നില്ല. അദ്ദേഹം സാധാരണ ഒരു PSC മെമ്പറായിരുന്നു. കോൺഗ്രസിൻ്റെ വളരെ സാധാരണ പാർട്ടി മെമ്പർഷിപ്പ് പോലും ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന വളരെ സാത്വികനായൊരു വ്യക്തിയായിരുന്നു എ. ചാൾസ്. പക്ഷേ കരുണാകരൻ്റെ ഒരു കൃത്യമായ ഒരു കണ്ടുപിടുത്തമാണ് എ. ചാൾസ് എന്ന PSC മെമ്പറെ മത്സരിപ്പിച്ചത്. ആ വിഷയം വിജയിച്ചു. ചാൾസ് നിരവധി പ്രാവശ്യം തിരുവനന്തപുരത്ത് MP ആയി മാറി. വളരെ മാന്യനായ മനോഹരമായ സുന്ദരമായിട്ടുള്ള നിശബ്ദതയാണെങ്കിൽ വലിയ ബഹളമൊന്നുമില്ലെങ്കിലും നല്ലൊരു MP ആയി തിരുവനന്തപുരത്ത് ഒരു അഴിമതിയും മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ തിരുവനന്തപുരത്തുള്ള നല്ല MP ആയി എ. ചാൾസ് മാറുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മരുമകളാണിപ്പോൾ ഷേർലി പാളയം വാർഡിലെ കൗൺസിലറായി കോൺഗ്രസിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു സംവിധാനമാണ്. അവിടെ നിന്ന് തെക്കൻ കേരളത്തിൽ എന്നും ഒരു നാടാർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ ബോംബുകൾ ഇടുകയും വലിയ നാടാർ കൺസോൾട്ടേഷൻ നടക്കുകയും ചെയ്യുന്ന പ്രദേശമാണ്. രഘുചന്ദ്രപാൽ അവിടെ നിന്ന് വന്നിട്ടുള്ളൊരു മന്ത്രിയാണ്. സുന്ദരൻ നാടാർ അവിടെ നിന്ന് വന്നിട്ടുള്ള മന്ത്രിയാണ്. പിന്നെ വളരെ കൃത്യമായി തെക്കൻ ജില്ലകൾ നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട, കോവളം, വിഴിഞ്ഞം ആ ഭാഗം നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ പ്രാവശ്യം കാട്ടാക്കടയിൽ മലയങ്കൽ വേണുഗോപാൽ എന്ന നായർ കമ്മ്യൂണിറ്റിയെ പരീക്ഷിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായി DCCയുടെ ജനറൽ സെക്രട്ടറിയും DCCയുടെ വലിയ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള നേരത്തെ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ ഗ്രാമപഞ്ചായത്തിലും പല സ്ഥലങ്ങളിലുമൊക്കെ തദ്ദേശ പ്രസ്ഥാനങ്ങൾക്ക് അംഗമായിരുന്ന MR ബൈജുവിനെയാണ് കാട്ടാക്കടയിൽ പരീക്ഷിക്കുന്നത്. അതൊരു നാടാർ പരീക്ഷണമായി മാറുന്നുണ്ട്. ഒരു കൺസോൾട്ടേഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ കാട്ടാക്കടയിൽ പോകുന്നതുപോലെ അരുവിക്കരയിലേക്കും ആ നാടാർ കൺസോൾട്ടേഷൻ VS ശിവകുമാറിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ N ശക്തൻ എന്ന് പറയുന്നത് നാടാർ കോൺഗ്രസ്സിലാണെങ്കിലും നാടാർ കമ്മ്യൂണിറ്റിക്ക് എല്ലാ കാലവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുന്നു, വിൻസെൻ്റ് മത്സരിക്കുന്നുണ്ട്, കോവളത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ മണ്ഡലങ്ങളാകെ എടുത്താൽ അവിടെയെല്ലാം നാടാർ കമ്മ്യൂണിറ്റിയുടെ കൃത്യമായൊരു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇതിലാരെങ്കിലുമൊക്കെ ജയിച്ചാൽ, ഇപ്പോൾ N ശക്തൻ ജയിച്ചാൽ UDF വരികയാണെങ്കിൽ കൃത്യമായി മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനങ്ങൾ, അതിൻ്റെ ചലനങ്ങൾ ഈ ഭാഗത്തുണ്ടായാൽ അത്ഭുതമില്ല. വളരെ കൃത്യമായ പൊളിറ്റിക്കലായിട്ടപ്പുറം കൃത്യമായ ജാതിമത ഇക്വേഷനുകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെച്ചമുണ്ടായാൽ, ഒരു ബെൽറ്റിലാകെ ഉണ്ടായാൽ സ്റ്റീഫൻ, അതുപോലെ IB സതീഷ്, ആൻസലാം, പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ജനതാദളിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഫഹത്ത്, ഈ 4 മണ്ഡലങ്ങളിലും വലിയ ഒരു കുലുക്കമുണ്ടാക്കാൻ നാടാർ കമ്മ്യൂണിറ്റിയുടെ അതിനകത്ത്. പക്ഷേ ഒരു പ്രശ്നമുള്ള ഒരു പ്രത്യേകതയുള്ളത് ഫഹത്ത് റൂഫസും ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ പെടുന്ന ആളാണ് എന്നുള്ളത്. അതൊരു മെച്ചപ്പെട്ട അവിടെ ആ മത്സരം മാറ്റി നിർത്താം. എന്നാൽ നെയ്യാറ്റിൻകരയിൽ വരുമ്പോഴും അൻസലവും ഇത് തന്നെയാണ്. പക്ഷേ ശക്തനാണ്, കൂടുതൽ ശക്തനായിട്ടുള്ള MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമൊക്കെ ആയി വളരെ ശക്തനാണ് അദ്ദേഹം. MR ബൈജു ആദ്യമായിട്ടാണ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നത്. 5000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ അവിടെ കൂടുതൽ പിടിച്ചത്. മുരളീധരൻ BJPയുടെ 10-30,000 പരം വോട്ട് പിടിച്ച് PK കൃഷ്ണദാസ് അവിടെ രംഗത്തുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാട്ടാക്കടയിൽ VS ശിവകുമാർ ഇറങ്ങിയതോടുകൂടി കളം മാറിയിരിക്കുകയാണ്. വലിയ നേതാവാണ്. ഈ നാടാർ കമ്മ്യൂണിറ്റി അടക്കമുള്ള എല്ലാ കമ്മ്യൂണിറ്റികളിലും വലിയ സ്വാധീനമുള്ള ആളാണ് VS ശിവകുമാർ. അപ്പോൾ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ 4-5 മണ്ഡലങ്ങളിൽ നാടാർ മേധാവിത്വം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ബെനിഫിഷ്യറിയായി കോൺഗ്രസ് വരാനാണ് സാധ്യതയുള്ളത്. അതേപോലെ തന്നെ പല മണ്ഡലങ്ങളും നമുക്കിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ജാതി മതത്തിന് ചിന്തിച്ചു കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളും ഇത്തരത്തിൽ വ്യത്യസ്തമായ രൂപത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സുധീർ ഷാ മത്സരിക്കുന്ന വാമനപുരം മുസ്ലിം കമ്മ്യൂണിറ്റി മെജോറിറ്റി അല്ല, നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റിയാണ് മെജോറിറ്റി. പക്ഷേ സുധീർ ഷാ അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഈ കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ നിന്ന് തന്നെ ജയിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സുധീർ ഷായാണ്. അപ്പോൾ സുധീർ ഷായുടെ ഒരു വിഷയവും ഇങ്ങനെ കയറി വരും. ഞാനീ പറഞ്ഞൊരു ബെൽറ്റാണ്. പിന്നെ നെടുമങ്ങാട് മീനാങ്കൽ കുമാറും GR അനിലുമാണ് മത്സരിക്കുന്നത്. അത് അവർ രണ്ടും ഹിന്ദുക്കളാണ്. അപ്പോൾ ചുരുക്കത്തിലൊരു പ്രദേശം ആകെ എടുത്തു കഴിഞ്ഞാൽ
തിരുവനന്തപുരം ജില്ലയുടെ മലയോര പ്രദേശങ്ങളെടുത്താൽ അത് വാമനപുരം, നെടുമങ്ങാട്, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, പാറശാല, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളെടുത്താൽ പാറശാലയിലും അതുപോലെ തന്നെയാണ്. വലിയ സ്വാധീനമാണ് ഈ അവിടെ നാടാർ കമ്മ്യൂണിറ്റിക്കുള്ളത്. ഇത് തെറ്റും മോശമായിട്ടും ജാതി അങ്ങനെ പറഞ്ഞതല്ല ഞാൻ. റിയാലിറ്റി ഇതാണ്, ഡേറ്റ ഇതാണ്. അപ്പോൾ ഡേറ്റ അങ്ങനെ ആയിരിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു മേൽക്കൈ കോൺഗ്രസ്സിന് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അത് തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിൽ വിജയത്തിൻ്റെ മറ്റ് സർവേകളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം അവതരിപ്പിക്കും. തൃശ്ശൂർ വരെയുള്ള സർവേ നമ്മൾ ഇന്നൊരു വേറൊരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് കാണാം. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ പറയുന്ന മണ്ഡലങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ മണ്ഡലങ്ങളിൽ വരെയുള്ള സർവേകൾ വന്നിരിക്കുന്ന റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും IB സതീഷ് 2 പ്രാവശ്യമായി അവിടെ ചെറുപ്പക്കാരനായിട്ടുള്ള പുതിയ ആളാണ് MR ബൈജു. അദ്ദേഹവും ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അവിടെ നാടാർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളാണ് ബൈജു. അതുപോലെ തന്നെ N ശക്തൻ നേരത്തെ കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആളാണ്, ഡെപ്യൂട്ടി സ്പീക്കറാണ്. ശക്തമായ തേരോട്ടം നടത്താൻ കഴിവുള്ള വ്യക്തിയാണ്. കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് പാലോട് രവി മാറിയപ്പോൾ, ഒരു ഓഡിയോ സന്ദേശത്തിൻ്റെ പേരിൽ പാലോട് രവി മാറിയപ്പോൾ വളരെ കൃത്യമായി DCC പ്രസിഡൻറ്റിൻ്റെ ഇൻചാർജ് വന്നിട്ടുള്ള N ശക്തനാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത്. വളരെ കൃത്യമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് നെയ്യാറ്റിങ്കര. അവിടെ സെൽവരാജ്, നേരത്തെ CPM-ലുണ്ടായിരുന്ന സെൽവരാജ് ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്ന് മാറി മത്സരിച്ച് വീണ്ടും ജയിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് മാറിയും തിരിഞ്ഞും വരുന്ന മണ്ഡലങ്ങളാണ് അവിടെ. പാറശാലയായാലും നെയ്യാറ്റിങ്കരയായാലും കാട്ടാക്കടയായാലും നെടുമങ്ങാടായാലും അരുവിക്കരയായാലും കോവളമായാലും മാറിയും തിരിഞ്ഞും UDF-നും LDF-നും മാറിയും തിരിഞ്ഞും വന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ആദിനിർണായകമായ ഒരു പൊസിഷൻ എടുക്കുന്നത് നാടാർ കമ്മ്യൂണിറ്റി തന്നെയാണ്, ആ സമുദായം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ നാടാർ സമുദായത്തിൻ്റെ, അത് ഹിന്ദു നാടാറായാലും ക്രിസ്ത്യൻ നാടാറായാലും ഏത് വിഭാഗമായാലും അവരുടെ വോട്ട്, അവരുടെ തീരുമാനം വളരെ കൃത്യമായിരിക്കും. അത് ഇപ്രാവശ്യം കോൺഗ്രസ്സിന് അനുകൂലമായാൽ ഒരു 3-4 സീറ്റ് ആ ഭാഗത്ത് കോൺഗ്രസ് പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഭരണവിരുദ്ധ വികാരം കൂടിയാകുമ്പോൾ സ്വാഭാവികമായും അതൊരു അപ്പർ ഹാൻഡായി കോൺഗ്രസ്സിന് വന്നേക്കാം.